ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. വിവാദങ്ങൾ വരട്ടെ, കുഴപ്പമില്ല, അതൊന്നും ഞാൻ പേടിക്കുന്നില്ല. അലിൻ ജോസ് പെരേര ഒരിക്കലും സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, എനിക്കൊരു കല്യാണം നിലവിൽ കുറേ പേര് പ്രപ്പോസ് വരുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം ജെന്യൂറ്റി ഉണ്ടെന്ന് അറിയില്ല. കാരണം ഞാൻ നേരിട്ട് കാണാൻ നോക്കിയപ്പോൾ ഒന്നും നടക്കുന്നില്ല. അവർ ഇഷ്ടമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴി. പക്ഷേ നേരിട്ട് കാണുന്നില്ല. നേരിട്ട് കാണുന്ന ബന്ധങ്ങളൊന്നും സൗഹൃദം മാത്രമാണ്. അപ്പോൾ നേരിട്ട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും സൗഹൃദം മാത്രമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഹിന്ദുസോ ക്രിസ്ത്യൻസോ മുസ്ലിംസോ ആരെങ്കിലുമായിട്ടുള്ള പെൺകുട്ടികൾ നമുക്ക് കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, വീട്ടുകാരുടെ സമ്മതം ഉണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാവുന്നതാണ്. കാരണം എനിക്ക് 23 വയസ്സാണ്, ഇപ്പോൾ 24 പോകുന്നു. അപ്പോൾ എന്തായാലും ജെന്യൂനിറ്റി ആയിട്ടുള്ള ഒരു ഇൻക്വയറീസ് ഞാൻ കാണുന്നു. കാരണം ഇത് ഞാൻ ഇനിയിപ്പോൾ പത്രത്തിലും മാട്രിമണിയിലേക്ക് കൊടുക്കുന്നുണ്ട്, ഫോട്ടോസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്, വനിതാ മാഗസിനിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്ലെക്സ് ബോർഡും വെക്കാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. ഒരുപാട് ആൾക്കാർക്ക് കല്യാണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇടക്കൊച്ചിയിൽ കുറേ പേര് കല്യാണം കഴിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇടക്കൊച്ചിയിൽ കല്യാണം നടക്കുന്നു. അപ്പോൾ അതൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ എന്നെയും ആൾക്കാർ കളിയാക്കുന്നുണ്ട്, വൈറലായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ ആറട്ടെണ്ണൻ എന്ന് പറയത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമെങ്കിലും ആറട്ടെണ്ണനെ ഒരു കല്യാണം കഴിക്കാനുള്ള താല്പര്യമുള്ള മൈൻഡല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി കുറേ പേരോട് കൃഷി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ കൃഷി പറയാറില്ല. എന്നാലും ചില സമയത്ത് പറഞ്ഞു പോണ റീച്ചിന് വേണ്ടി മാത്രമാണ്, അതൊന്നും വലിയ കാര്യമാക്കരുത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ സ്ത്രീധനമൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരുപാട് ഞാൻ ഇൻ്റർവ്യൂസിൽ ഞാൻ സ്ത്രീധനം ആവശ്യപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിറവും വലിയ കാര്യത്തിൽ ഞാൻ നോക്കത്തില്ലെങ്കിലും സൗന്ദര്യം ഉണ്ടാവണമെന്ന് എനിക്ക് ചിന്തയുണ്ട്. കാരണം എൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടെന്നൊന്ന് പ്രശ്നമിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഡെയിലി 10,000-ന് മേളിൽ ശമ്പളമുണ്ട്. അത് യൂട്യൂബിൽ നിന്നാണ് കിട്ടുന്നത്. അത് യൂട്യൂബിൽ നിന്ന് ഓരോ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരും തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും മാസം ഒരു 25,000 എബോവ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കല്യാണം കഴിച്ചാലും ഭാര്യയ്ക്ക് ചിലവിൽ കഴിയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലിയുള്ളൊരു പെൺകുട്ടി ഞാൻ തേടുന്നു. അത് നേഴ്സ് ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, നമ്മുടെ സെയിൽസ് ഗേൾ ആയിക്കോട്ടെ, എന്താ പറയുക, പോലീസുകാരാണെങ്കിലും, വക്കീൽ, ഡോക്ടർ, പൈലറ്റ്, എൻജിനീയർ, സിനിമ നടി, ആരായാലും കുഴപ്പമില്ല. അലിൻ ജോസ് പെരേരയ്ക്ക് ഈ വർഷം കല്യാണം കഴിക്കണം. അപ്പോൾ എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഡീസൻറ്റ് മൈൻഡാണ്, ഒരു ഓപ്പൺ പുസ്തകമാണ്. എനിക്ക് ആരോടും വലിയ രീതിയിൽ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ട് എനിക്ക് പരിഹാസമാണ് കിട്ടിയത്. പക്ഷേ എൻ്റേതല്ലാത്തൊരു കാരണത്താൽ എന്നോടൊരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നി. അത് പ്രായം കൂടുതലായതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു, അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞ ക്യാരക്ടർ കൂടെ ജീവിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. പിന്നെ പാമ്പ് കടി ആയിരിക്കില്ല, പിന്നെന്താണ് ഗ്യാസ് പൊട്ടിത്തെറിച്ച മരണമില്ല, അമ്മയമ്മപ്പോരുണ്ടാവില്ല. കാരണം ഞാൻ മാറി താമസിക്കുമല്ലോ. പിന്നെ എനിക്ക് കുറച്ച് ഷെയറൊക്കെ കിട്ടുമല്ലോ, വീടിൻ്റെ പരമായിട്ടുള്ള ഷെയറും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണം കഴിക്കുമ്പോൾ വൈറലാകാൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിക്കുന്നത്. പ്രത്യേകിച്ച് പറയാം, പെൺകുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യുള്ളൂ. മാരേജിൻ്റെ ഒരു ഫോട്ടോ പോലും എടുക്കുന്നത് പെൺകുട്ടിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നടിമാരോടെ ഫോട്ടോ എടുത്തിരുന്നതുകൊണ്ട് എനിക്ക് മാരേജിൻ്റെ ഫോട്ടോ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇടും. കാരണം മാരേജിൻ്റെ ഫോട്ടോ എല്ലാവരും ഷെയർ ആക്കാറുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ചാലുള്ള കാര്യം പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഒരു കല്യാണത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, റിസപ്ഷൻ, കല്യാണത്തിൻ്റെ റിസപ്ഷൻ. അപ്പോൾ അതൊക്കെ ഓൺലൈൻ മീഡിയനൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഈ ഭൂമി മലയാളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. മൈ ഫോൺ നമ്പർ ഈസ് 9946246743.
വാട്സാപ്പ് 9947519818. അപ്പോൾ എന്തായാലും ഇതൊരു കല്യാണ പരസ്യമാണ്, ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ ഞാൻ റിലീജിയൻ നോക്കുന്നില്ല, ഏത് മതസ്ഥരെയും ഞാൻ കല്യാണം കഴിക്കും. അവർക്ക് ഓക്കെ ആണെങ്കിൽ, അവരുടെ ഫാമിലിക്ക് ഓക്കെ. എൻ്റെ ഫാമിലി കല്യാണം കഴിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊരു മെട്രോപൊളിറ്റൻ ലൈഫല്ല, ഒരു ഗ്രാമീണ ലൈഫാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ കെട്ടിയാൽ മതിയെന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് 24 വയസ്സാണ് മാർച്ചിലാകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ടേക്കുന്നത് 20 വയസ്സും 22 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് കെട്ടിയാൽ എന്നെപ്പോൾ എൻ്റെ വയസ്സുള്ള ഇപ്പോൾ 23, 24 വയസ്സുള്ള ആൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലോകം ഒടിഞ്ഞു പോകാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോമഡി യൂട്യൂബിൽ ചെയ്യും, പക്ഷേ അത് ചെയ്ത് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയല്ല. അത് ചെയ്ത് ഇഷ്ടപ്പെടാണ്ടിരിക്കാം, പക്ഷേ അത് ഒരു ക്യാരക്ടർ ആ രീതിയിൽ മൈൻഡാക്കി പോയി. ഞാൻ എൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ സിനിമാ ലോകമാണ്. സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അത്യാവശ്യം സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നായകനായിട്ട് കല്യാണം കഴിക്കുമെന്ന് ചിലർ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം നായകനായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തോരം സ്ട്രെയിൻ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നായകനായിട്ട് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നൊന്നും നടക്കൂല. കാരണം ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാനാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കാം, അല്ലാണ്ട് അലിൻ ജോസ് പെരേര എന്ന വൈറൽ സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കാൻ എന്ന രീതിയിലല്ല വരേണ്ടത്. അലിൻ ജോസ് പെരേരയ്ക്കുള്ളിലും ഒരു മനുഷ്യത്വമുണ്ട്. ഞാൻ പാവങ്ങളെ കാണുമ്പോൾ, പിച്ചെടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ബഹുമാനിക്കാണ്ടിരിക്കില്ല. പൈസ ഉള്ളപ്പോൾ കൊടുക്കും, 50-100 രൂപ നോക്കാറില്ല പൈസ. പിന്നെ എന്താ പറയുക, നമുക്ക് പൈസ കിട്ടുന്നതനുസരിച്ച് ഇനിയിപ്പോൾ അതിഥി മന്ദിരത്തിലും വൃദ്ധസദനത്തിൽ പിന്നെന്താണ് ഈ കൊച്ചുങ്ങളെ വളർത്തുന്ന സ്ഥലമുണ്ടല്ലോ, ചെറിയ പിള്ളേർ, അനാഥാലയം. അപ്പോൾ അനാഥാലയത്തിലൊക്കെ ഞാൻ വരും. നാളുകളിൽ എനിക്ക് പേയ്മെൻറ്റ് കൂടി കിട്ടുമ്പോൾ എനിക്ക് ഒരു 10,000-20,000 വെച്ചൊക്കെ കൊടുക്കണമെന്നുണ്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും. കാരണം എനിക്ക് കൊക്കിലൊതുങ്ങാവുന്നതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും